എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്ന് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന പുതിയതായിട്ട് വന്ന ആളുകൾക്കും യൂട്യൂബിനെ കുറിച്ചിട്ട് ഏകദേശം വീഡിയോ ചെയ്യുന്നുണ്ട്, എന്നാൽ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും വലിയ ഐഡിയ ഇല്ല എന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം തന്നെ എന്നെ പരിചയമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഗ്രൂപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് പലരും സാബു എന്നൊക്കെയാണ് വിളിക്കുക. മുഹമ്മദ് സാബിർ എന്നാണ് പേര്. അപ്പം സാബ് സ്റ്റോക്ക് എന്നാണ്, അതായത് സാബു ടോക്ക് എന്നല്ല, SABS ആണ്. സാബ് സ്റ്റോക്ക് എന്നാണ് ഞാൻ. ഓൾറെഡി ഡിജിറ്റൽ മീഡിയ ട്രെയിനറാണ്. പിന്നെ കോണ്ടൻറ് ക്രിയേഷൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. പിന്നെ യൂട്യൂബ് ഗ്രോത്ത് ആൻഡ് ഓഡിയൻസ് സൈക്കോളജി എന്ന് പറയാൻ കാരണം ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഓഡിയൻസിൻ്റെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമുക്ക് സൈക്കോളജിക്കലി ഈ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ ന്യൂറോ സയൻസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ എൻ്റെ ഒരു ടോപ്പിക്ക്, റിസർച്ച് ടോപ്പിക്. അതാണ് ഞാൻ ചെയ്യുന്നത് കൂടുതലും. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആണ് പറയുന്നത്. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ക്ലിയറായിട്ട് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. എങ്ങനെയാണ് മോണിറ്റൈസേഷൻ പ്രോസസ്സ്, എന്താണ്, ഷോർട്ട് ഇടണോ ലോങ് വീഡിയോ ഇടണോ, ഏതാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വാച്ച് വാച്ച് ടൈമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ എത്രയാണെന്ന് നിങ്ങൾക്ക് ഇന്ന് കിട്ടുക. അതിൽ കൂടുതൽ നമ്മൾ സംസാരിക്കും. ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ് എന്ന് മാത്രം. ഇനി നമുക്ക് ഓരോ യൂട്യൂബിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് യൂട്യൂബിൽ. എല്ലാത്തിലുള്ള പോലെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. അതിൽ ഒന്നാണ് സബ്സ്ക്രൈബേഴ്സ് മിത്ത് എന്ന് പറയുന്നത്. ഞാൻ എഴുതിയ വാക്കാണ് കേട്ടോ. അതിൽ ഇങ്ങനെ ആക്ച്വലി ഇങ്ങനെ ഒരു വേർഡൊന്നുമില്ല. മിത്തൊക്കെ ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് മിത്ത് എന്നൊന്നുമില്ല. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും കരുതുന്നത് നമുക്ക് യൂട്യൂബിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് വേണം, അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാലേ നമ്മൾ സക്സസ് ആവുള്ളൂ, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കണം. അതിന് കണ്ടെത്തുന്ന വഴിയാണ് പരസ്പരം സബ് ചെയ്യുക, ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് ലിങ്ക് ഇട്ടിട്ട് സബ് ചെയ്യാൻ പറയുക. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കേൾക്കുന്നില്ല വോയിസ്? ശരി. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പുതുതായിട്ട് വരുന്ന പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്. ആക്ച്വലി സബ്സ്ക്രൈബേഴ്സ് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ കണ്ടിട്ട്, നമ്മളൊരു വീഡിയോ കാണുന്നു, ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നു, എന്നിട്ട് സബ് ചെയ്യണം. പക്ഷേ അതൊരിക്കലും ആദ്യത്തെ പ്രാവശ്യം നടക്കില്ല. ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പണ്ട് കാലത്ത്, ഇപ്പോഴത്തെ പ്രേമല്ല കേട്ടോ, പണ്ട് കാലത്തെ പ്രേമിക്കുമ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന്, ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടീനെ ഓരോ ദിവസം നോക്കി കണ്ട്, അവസാനം ഇത് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ ഒരു പ്രേമം നടക്കുക. അതേ അതേപോലെ തന്നെയാണ് ഈ സാധനം അവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ദിവസം കാണുന്നു, ഇവനേതാടാ പുതിയൊരുത്തൻ, യുദ്ധഭൂമിയിലെ പുതിയ ഭടൻ എന്ന രൂപത്തിൽ എല്ലാവരും നോക്കും. പുതിയൊരുത്തൻ ഏതാണ്ട് എവിടെ നിന്നാണ് ഇറങ്ങി വന്നത് എന്ന് നോക്കും. പിന്നെ നോക്കുന്നത് ഇവൻ എന്താണ് ഈ പറയുന്നത് നോക്കും. ഞാൻ പറഞ്ഞ എക്സാക്റ്റ് ടോണിലാണ് കേട്ടോ ആൾക്കാർ കാണാം. അതായത് ആദ്യമായിട്ട് വരുന്ന ആളെ ഇംഗ്ലീഷുകാരൻ സായിപ്പ് കാണുന്നത് എങ്ങനെയായിരിക്കും? വാവ്, എ വണ്ടർഫുൾ ഗായ് പ്രസൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നമ്മൾ മലയാളികൾ കാണുന്നത് അങ്ങനെയല്ല. മലയാളി കാണുന്നത് ഇവനേതാണ് പുതിയൊരുത്തൻ, ഈ കാണുന്ന നമ്മളൊക്കെ മാസങ്ങളായിട്ട് അധ്വാനിച്ചിട്ട് ഇവിടെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല, ഇനിയിപ്പോൾ ഇവൻ്റെ ഒരു യൂട്യൂബ് കാണാനായിട്ടാണ് എന്നൊക്കെ വിചാരിച്ചിട്ടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എന്താ പറയുക, എപ്പോഴും ഒരു എന്താ പറയുക, ഒരു അതിനെന്തൊരു വേർഡ് ഞാനിപ്പം പറയുന്നുണ്ട്, നമുക്ക് ഡിഫെൻസീവായിട്ട് അല്ലെങ്കിൽ ഒഫെൻസീവായിട്ട് ഒക്കെയാണ് കാണുന്നത്. നമ്മളൊരു കുറ്റപ്പെടുത്തിയിട്ടുള്ള ചിന്താഗതിയാണ് ആദ്യം വരിക. അതുകൊണ്ട് തന്നെ നിങ്ങളെ സബ് ചെയ്യൂല. സബ് എപ്പോഴാണ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ ആളുടെ തന്നെ 2, 3, 4 വീഡിയോസ് കണ്ട് കഴിഞ്ഞിട്ട് ഓക്കെ കൊള്ളാം, ഇവൻ്റെ അടുത്ത വീഡിയോ മിസ്സ് ചെയ്യാതെ കാണാം എന്ന് വിചാരിക്കുന്ന മൊമെൻ്റ് എത്തുമ്പോഴാണ് പലരും സബ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു
ഒരു സൈക്കോളജി അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനനുസരിച്ചിട്ടാണ് പോകേണ്ടത്. അല്ലാണ്ട് നമ്മളിപ്പോൾ വെറുതെ സബ് കൂടുന്നില്ല കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തുകൊണ്ട് സബ് കൂടാത്തത്? ഈ ആളുകൾക്ക് നിങ്ങളുടെ വീഡിയോ ആവശ്യമായിട്ട് തോന്നുന്നില്ല. ആവശ്യമായിട്ട് തോന്നിയാൽ എനിക്കെന്ത് കിട്ടുമെന്ന് ഉള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് ഈ വീഡിയോ കണ്ടാൽ എനിക്കെന്ത് കിട്ടും എന്ന് കാണുന്ന ആൾ ചോദിച്ചാൽ ആ വീഡിയോ അതിന് ഉത്തരം പറയണം. നിങ്ങൾക്ക് ഇന്നത് കിട്ടും. നിങ്ങളല്ല പറയേണ്ടത്, ആ വീഡിയോ മൊത്തത്തിൽ ഉത്തരം പറയും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സക്സസ് ആവില്ല. അതുകൊണ്ടാണ് പലരും സക്സസ് ആവാത്തത്. ഇതിപ്പോൾ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ ഇത് ഡിസ്കഷൻ ഇന്നലെ വെച്ചതേ ഉള്ളൂ. എന്തുകൊണ്ട് ആളുകൾ എന്താണ് ഇപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ട് വ്യൂസ് വരുന്നില്ല, ഇതൊക്കെയാണ് ചർച്ചയുണ്ട്. അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാം. നമ്മളെ വീഡിയോയിൽ സബ് ചെയ്യുന്ന ഓരോ ആളുകളും, ചാനൽ സബ് ചെയ്യുന്ന ഓരോ ആളുകളും എന്തായിരിക്കണം, നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇനിയും അത് കാണാൻ തോന്നിയിട്ട് സബ് ചെയ്തവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, വീഡിയോസിന് വ്യൂസ് കിട്ടില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾക്ക് 10 സബ്ബേ ഉള്ളൂ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 100 സബ്ബേ ഉള്ളതെന്ന് വിചാരിക്കാം. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആവാൻ അത് മതി. കാരണം നിങ്ങളൊന്നും ചെയ്യാതെയാണ് ഈ 100 സബ്ബ് കിട്ടിയതെങ്കിൽ, ഓട്ടോമാറ്റിക്കായിട്ട് വന്നെങ്കിൽ നിങ്ങളെ കാണാൻ 100 പേരുണ്ട്. ഫിസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പിന്നെ ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ 100 പേരുണ്ട് എന്ന് പറയും ചില്ലറ കാര്യമൊന്നുമില്ല. അത്രയും ആൾക്കാരില്ലേ. അപ്പോൾ അത്രയും ആൾക്കാരിൽ നമ്മൾ അവർ സ്വമേധയാ വന്നതാണ്, മതി, 100 പേര് മതി. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ എത്ര വ്യൂസ് വന്നു, ഈ 100 എത്ര, ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 10 പേരെങ്കിലും, അല്ലെങ്കിൽ എത്ര പേരാണ് നമ്മൾ വീഡിയോ കാണുന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യം പിന്നെ നോക്കണം. അവിടെയാണ് നമ്മൾ ഫെയിലിയർ വരിക. അതായത് നമുക്ക് 100 പേരുണ്ടായിട്ടും 5 പേര് പോലും കാണുന്നില്ലെങ്കിൽ, ബാക്കി 5 പേര് പോലും കാണുന്നില്ലെങ്കിൽ 5 പേര് മാത്രമേ കണ്ടുള്ളൂ. 5 പേര് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ 95 പേരും എന്താണ്, 95 പേരും കാണുന്നില്ല. അപ്പോൾ അവിടെ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളിതിനെ മനസ്സിലാക്കേണ്ടത്, പ്രശ്നത്തിനെ. ക്ലിയർ ആയോ? അപ്പോൾ ഇനി സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അതായത് 100 സബ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 50 പേരെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആയി എന്നാണ് അർത്ഥം. അത്രയും ആളുകൾ കണ്ടാൽ മതി. പിന്നെ 200 ആകുമ്പോൾ അത് 100 ആവുക. അങ്ങനെ ഗ്രാജുവലി കയറി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല സക്സസ്ഫുള്ളായ ഒരു യൂട്യൂബർ തന്നെയാണ്. അത്രയും സബ്ബൊക്കെ വേണ്ടുള്ളൂ. പിന്നെ കയറി വന്നോളൂ. ഓക്കെ. ഇനി അടുത്താണ് വാച്ച് അവർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ സകല ആൾക്കാരും ഈ വാച്ച് അവറിൻ്റെ പിന്നാലെയാണ്. അതായത് നമുക്ക് വാച്ച് അവർ കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഈ വാച്ച് അവർ എങ്ങനെ കൂട്ടാം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ വാച്ച് അവർ കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വാച്ച് അവർ കൂട്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവുമായിരിക്കും. അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നുണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നല്ല വീഡിയോ വന്നാൽ 1 or 2 വീഡിയോ കൊണ്ട് ഈ വാച്ച് അവർ കംപ്ലീറ്റ് ആവും. ഞാൻ വെറുതെ പറയുന്നൊന്നുമില്ല. ഇതിന് തെളിവ് ഇഷ്ടം പോലെ ഞാൻ എത്ര ആളുകളെ വേണമെങ്കിലും കൊണ്ടുവരാം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട്. എന്തിനു മറ്റുള്ളവരെ ഉദാഹരണം എടുക്കണ്ട. എൻ്റെ പുതിയ ചാനൽ ഇപ്പോൾ അതൊക്കെ ഒരു കാലം 4 ദിവസം കൊണ്ടാണ് സബ്ബും വാച്ച് ഓവർ എല്ലാം കംപ്ലീറ്റ് ആയത്. 4 ദിവസം കൊണ്ട്. ഇപ്പോൾ ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് ഉണ്ടായിരുന്നു, 2 ദിവസം കൊണ്ടാണ് മോണിറ്റൈസേഷൻ ആയത്. അപ്പം അതൊന്നും വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോസിലാണ് ശ്രദ്ധിക്കേണ്ടത്. വാച്ച് അവറിലേക്ക് ശ്രദ്ധിക്കാൻ പോകണ്ട. വാച്ച് അവർ അവിടെ നിന്ന് കൂടും. കാരണം നല്ല വീഡിയോസ് വരുമ്പോൾ ഈ ഹവർ കൂടി വന്നോളും. അപ്പോൾ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് സബ് കൗണ്ടിലേക്കും വാച്ച് ഓവറൊക്കെ നോക്കാൻ പോയാൽ നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റി കുറയും. നമ്മളതിൽ ശ്രദ്ധ കൊടുക്കില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാൻ പറഞ്ഞു, സബ് കൗണ്ട് നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. വാച്ച് അവറും അവിടെ നിന്ന് കൂടിക്കോളും. നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവണ്ട. ഇനി അടുത്ത
പ്രശ്നമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യമാണ്, എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല, ഒന്ന് ഒരു സെറ്റിങ്സ് എന്തെങ്കിലും മാറ്റിത്തരുമോ, ഇതിൽ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തിത്തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ആക്ച്വലി ഇതിലെനിക്ക് പറയാനുള്ളത്, ഈ സെറ്റിങ്സിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയതിനെ കൊണ്ട് നിങ്ങളുടെ ചാനൽ അടിച്ച് കയറി അങ്ങ് പോവും എന്ന് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് വലിയൊരു അബദ്ധമാണ്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് സെറ്റിങ്സ് മാറ്റിയതിനെ കൊണ്ട് പിന്നെ ഇത് കയറി പോകുന്നുള്ളത്. കാരണം ഒരു സെറ്റിങ്സ് മാറ്റിയതിനെ കൊണ്ടൊന്നും ഒരു ചാനലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ചില കേസിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഒക്കെ ചെറിയ രീതിയിൽ നമുക്ക് അതിനെ കൊണ്ട് കാര്യമുണ്ട്, എഫക്റ്റ് ചെയ്യും. അതായത് പിന്നെ കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സെർച്ചിലൊക്കെ വ്യൂസ് വരും. പിന്നെ സെറ്റിങ്സിൽ കാര്യമായിട്ട് മാറ്റാനുള്ളത് നമ്മൾ അലോ എംബഡിങ് എന്ന് പറയുന്ന സാധനം ഇംഗ്ലീഷിൽ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് വ്യൂസ് വരും. കാരണം എല്ലാവരും ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് പോകും. അവർക്ക് മലയാളം പൊതുവേ ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല, ഇതിങ്ങനെ സെറ്റിങ്സ് മാറിയാണെന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അതുപോലെ കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ചിലൂടെയൊക്കെ കുറച്ച് നമ്മുടെ ചാനൽ ടൈപ്പ് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് വ്യൂസ് വരും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 10,000 വ്യൂസോ അല്ലെങ്കിൽ 1000 വ്യൂസ് 2000 വ്യൂസോ ഒന്നും ആയിരിക്കില്ല. ഒരു 20, 30, 40, 50 വ്യൂസ് കൂടി വന്നാൽ 100 വ്യൂസ് വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ സെറ്റിങ്സിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും പറയും സെറ്റിങ്സ് പറയും. ആക്ച്വലി സെറ്റിങ്സ് മാറ്റേണ്ടത് ചാനലിൻ്റെ സെറ്റിങ്സ് അല്ല, നിങ്ങളുടെ സെറ്റിങ്സാണ് മാറ്റേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ വ്യൂസ് കുറഞ്ഞാൽ ആദ്യം കയറി പിടിക്കുക, എൻ്റെ സെറ്റിങ്സ് ശരിയില്ല, അല്ലെങ്കിൽ എൻ്റെ ക്യാമറ ശരിയില്ല, മൈക്ക് ശരിയില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുക. അപ്പോൾ ഇതൊന്നും അല്ല ശരിയില്ലാത്തത് നിങ്ങളുടെ അവതരണവും നിങ്ങളുടെ വീഡിയോയും നിങ്ങളുടെ അതിലുള്ള കാര്യങ്ങളാണ്. അതിനെയാണ് നമ്മൾ ആദ്യം ശരിയാക്കാൻ പോകേണ്ടത്. ഓക്കെ, അത് ഏകദേശം മനസ്സിലായി. ഇനി ഏറ്റവും വലിയ പ്രശ്നം, ഷോർട്ടാണോ ലോങ് ആണോ ഇടേണ്ടത്, ഷോർട്ട് വീഡിയോ ഇടണോ ലോങ് വീഡിയോ ഇടണോ, ഇതാണ് മറ്റൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത്, ഇത് രണ്ട് സംഭവങ്ങളാണ്. ഷോർട്സ് എന്ന് പറയുന്നത് നമുക്കൊരു 3 മിനിറ്റ് താഴെയുള്ള വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ടാണ് പിന്നെ പരിഗണിക്കുക. അതിൽ കൂടുതലുള്ളത് ലോങ് വീഡിയോ. അപ്പോൾ ലോങ് വീഡിയോ ഇടുമ്പം 1.5 മിനിറ്റ് ലോങ് വീഡിയോ ഇടുന്നവരുണ്ട്, 2 മിനിറ്റ് ലോങ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഈ 2 മിനിറ്റിലെ വീഡിയോ നിങ്ങളുടെ ആ ചാനലിൻ്റെ മൊത്തം ഗ്രോത്തിനെ തകർക്കുകയാണ് ചെയ്യുക. യൂട്യൂബിനെ സംബന്ധിച്ച് ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരതിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ 20 മിനിറ്റുള്ള വീഡിയോ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ 10 മിനിറ്റോളം ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കയറി വൈറലാവും. യൂട്യൂബ് അത്രയും അതിനെ പുഷ് ചെയ്യും. 1.5 മണിക്കൂറിലെ വീഡിയോ ആണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുക. പക്ഷേ ടൈം നല്ലോണം കുറഞ്ഞു വരുന്ന സമയത്ത് 1.5-2 മിനിറ്റ് ആകുമ്പോൾ ഇതിൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് അതിനെ അധികം പ്രൊമോട്ട് ചെയ്യില്ല. കാരണം ഈ 2 മിനിറ്റൊന്നും യൂട്യൂബിനെ സംബന്ധിച്ച് 3 മിനിറ്റിൽ കൂടുതലുള്ളതാണ് ലോങ് വീഡിയോ. അതിലും കുറഞ്ഞ 2 മിനിറ്റാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ആ ഒരു സപ്പോർട്ടിങ് കുറയും. ഇനി ഷോർട്സിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ പലരും പറയുന്ന കാര്യമാണ്, തുടക്കക്കാരായ ആളുകൾ പറയുന്ന കാര്യമാണ്, ഷോർട്സ് ഇട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയിട്ട് ഞാൻ ലോങ് ചെയ്തോളാം എന്നുള്ളത്. എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ഇതേ സംഭവം തന്നെ ആയിരിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ സബിനെ കൂട്ടാൻ വേണ്ടി വല്ലാണ്ട് പോകണ്ട എന്ന് പറഞ്ഞതിൽ കൂട്ടത്തിൽ പെട്ടതാണിത്. അപ്പം നിങ്ങൾ ഷോർട്സ് ഇട്ട് സബ് കൂട്ടിയിട്ട് ലോങ് വീഡിയോ ചെയ്ത് പിന്നെ സക്സസ് ആവാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലം മറ്റോ ആയി. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു ഫേമസ് ആയ യൂട്യൂബർ കഴിഞ്ഞ ദിവസമായിട്ടാണ് മൂപ്പര് വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോ, വേറെ ആരും ഇതൊന്നും പറയുന്നില്ലല്ലോ. സംഭവം ഇതന്നെയാണ്. നിങ്ങൾ ഷോർട്സ് ഇട്ടിട്ട് ചാനലിൽ മൊത്തം ഷോർട്സ് ആണെങ്കിൽ പിന്നെ ലോങ് വീഡിയോ ഇട്ടാൽ നിങ്ങൾക്കൊരു 100-ൽ താഴെ, കൂടി വന്നാൽ 200-ൽ താഴെ വ്യൂസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ഈ ഒരു സാധനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, അതായത് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ വേറെ ആരുടെയെങ്കിലും വീഡിയോസ് ലക്ഷക്കണക്കിന് വ്യൂസ് ഷോർട്ടിനും ലോങ്ങിനും വന്ന് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖാലിദ് അൽമേരിയാണോ ഒരു അറബി ഉണ്ടല്ലോ, മൂപ്പരുടെയൊക്കെ വീഡിയോസ് നല്ല വ്യൂസ് ഉണ്ട്, ഷോർട്സിനും ലോങ്ങിനും ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ അൽഗോരിതം ബേസ് ആയിട്ടല്ല അവരുടെ വീഡിയോ ആളുകൾ കാണുന്നത്.
അവരുടെ ഫേസ് വാല്യൂ, അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചാടി വന്ന് ക്ലിക്ക് ചെയ്ത് കാണുകയും ചെയ്യും. അതിപ്പോൾ ഷോർട്ട് ആയാലും ലോങ് ആയാലും ആൾക്കാർ കാണും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പിന്നെ അത്രത്തോളം റീച്ച് ആകുന്നത്. കാരണം അവരൊരു ഫെയിമിലേക്ക് വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പം ഭയങ്കര ഫേമസ് ആയി എന്ന് വിചാരിക്കുക. ഫേമസ് ആയി ഞാൻ ഒരു ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, ആ ഷോർട്ട് ഉറപ്പായിട്ടും കാണും. അപ്പോൾ യൂട്യൂബ് അൽഗോരിതം അതിനെ പുഷ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിലും കുറച്ച് ആളുകളിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ആ പുഷ് ചെയ്ത് എത്തുന്ന ആളുകൾ ഫുള്ളായിട്ട് കാണുകയും അവർ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഡാറ്റ അനലറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ യൂട്യൂബിന് മനസ്സിലാവും ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആളുകൾ അത്രയും കാണുന്നുണ്ട്, ക്ലിക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ യൂട്യൂബ് അതിനെ പുഷ് ചെയ്ത് വിടും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അൽഗോരിതത്തിനെയാണ് എല്ലാത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം അൽഗോരിതം പുഷ് ചെയ്ത് ആളുകൾക്ക് എത്തിച്ചാൽ മാത്രമേ നമ്മൾ വീഡിയോസ് എത്തുള്ളൂ. അപ്പോൾ അൽഗോരിതത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിൽക്കുന്ന നമ്മൾ ഈ സാധനം നോക്കിയാൽ മതിയാവുള്ളൂ. കാരണം ഷോർട്സ് കൂടുതലിട്ടാൽ യൂട്യൂബ് മനസ്സിലാക്കുന്നത് നമ്മുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ഷോർട്സ് കാണുന്നവരാണ്, അവർക്ക് ഷോർട്സാണ് ഇഷ്ടം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഷോർട്സിന് മാത്രം പുഷ് ചെയ്യും. ലോങ് ഇടുമ്പോൾ ആളുകൾ വ്യൂസ് കുറവാണ് അല്ലെങ്കിൽ പുഷ് ചെയ്യുന്ന കുറക്കാനും ആളുകൾ ഇപ്പം അനലറ്റിക്സ് നോക്കുമ്പോൾ യൂട്യൂബിന് മനസ്സിലാവുന്ന എന്താണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത് ഷോർട്സ് കാണാനാണ്. അപ്പോൾ ഷോർട്സ് കാണിച്ചാൽ മതി. അപ്പോൾ യൂട്യൂബ് ഷോർട്സ് മാത്രം കാണിക്കും. ഇനി ഇവിടെ ഒരു പ്രശ്നം, ഇതിപ്പോൾ നിങ്ങൾ ഇനി ഇത് കേട്ടിട്ട് ലോങ് വീഡിയോ ഇടാൻ പോയി എന്ന് വിചാരിക്കാം. പലപ്പോഴും ആളുകളുടെ ഈ അനലറ്റിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടൻറ് എടുത്ത് നോക്കിയാൽ മതി, അതിൽ താഴെ കാണാൻ പറ്റും ഷോർട്ടാണോ ലോങ് വീഡിയോ ആണോ ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. അതായത് കൂടുതൽ ആൾക്കാർ കണ്ട അനലറ്റിക്സിലുണ്ടാവും ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർ വ്യൂവേഴ്സ് ഫൈൻഡ് യു എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അവിടെ കാണിക്കുക എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഷോർട്സിലാണോ ലോങ് വീഡിയോയിലാണോ നിങ്ങൾക്ക് ആൾക്കാർ വരുന്നത് എന്നുള്ളത്. ഇനി ഇത് മാറ്റിയിട്ട് നിങ്ങൾ ലോങ് വീഡിയോ ചെയ്യാൻ പോയാൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ഷോർട്സിൻ്റെ വ്യൂസ് കുറയും. ലോങ്ങിന് ഓൾറെഡി വ്യൂസ് ഇല്ലല്ലോ, 100-200 ഉള്ളൂ, അത് അത്ര തന്നെ വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഗ്രാജ്വലി ഷോർട്സിൻ്റെ വ്യൂസ് കുറഞ്ഞ് വരും. അതായത് നിങ്ങൾ പറയും എനിക്ക് 1000 വ്യൂസ് ഉണ്ട്, 2000 വ്യൂസ് ഉണ്ട് ഷോർട്സിൽ എന്ന് പറയും. അതിൻ്റെ എൻഗേജ്ഡ് വ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 800-1000 ഒക്കെ ഉണ്ടാവുള്ളൂ. 2000 വ്യൂസ് വന്നതിന് 1800 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ പറയും എന്താ എൻ്റെ ഷോർട്സിൻ്റെ റീച്ച് കുറഞ്ഞ് വരുന്നു, ആരും കാണുന്നില്ല. ലോങ് വീഡിയോ ഇട്ടിട്ടും ആരും കാണുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഡിപ്രഷനാവും. എങ്ങനെ ഡിപ്രഷനാവാം, നേരത്തെ ഷോർട്സിനെങ്കിലും വ്യൂസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഷോർട്സിലും ഇല്ല ലോങ്ങിനും ഇല്ല. അപ്പം ഭയങ്കരമായിട്ട് ടെൻഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞു, എൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനി എനിക്ക് യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റൂല എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഞാനാണല്ലോ പറഞ്ഞു തന്നത് ഈ കാര്യങ്ങൾ. അപ്പോൾ എന്നോട് ഒരു ദേഷ്യമൊക്കെ തോന്നും, മൂപ്പരെ പറഞ്ഞു തന്നിട്ടാണ്, മൂപ്പരുടെ ഉപദേശം കേട്ടിട്ടാണ് ഞാനിങ്ങനെ ആയത് എന്നൊക്കെ തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അനലറ്റിക്സിൽ ഈ സംഭവം ഗെയിം ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇത് മെല്ലെ എന്ത് ചെയ്യും, ഷോർട്സ് കുറഞ്ഞ് വന്നിട്ട് ഇവിടെ ലോങ്ങിൻ്റെ വ്യൂസ് കൂടും, ഗ്രാജ്വലി കൂടുള്ളൂ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി 100-200 അല്ലേ വരുന്നുള്ളൂ, അത് 300-400 ആയിട്ട് വന്നു തുടങ്ങും. പിന്നെ കഴിയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, ഒരു മാസമെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക, വീഡിയോ ഇടുക. അപ്പോൾ മെല്ലെ എന്ത് ചെയ്യും, ഈ ലോങ് വീഡിയോ കയറാൻ തുടങ്ങും. ലോങ് വീഡിയോ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ വ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിലേതെങ്കിലും ഒരു വീഡിയോ നല്ലപോലെ കയറിപ്പോവും, നിങ്ങൾ മോണിറ്റൈസേഷൻ ആവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ടൈറ്റിൽ അടിപൊളിയായിരിക്കണം, തമ്പനെയിൽ നന്നായിരിക്കണം, ഇതൊക്കെ വന്നാലേ ക്ലിക്ക് വരുള്ളൂ. ക്ലിക്ക് വന്നാൽ മാത്രം നിങ്ങൾക്കത് പിന്നെ ലോങ് വീഡിയോയിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇതുപോലത്തെ സംഭവങ്ങൾ പറയാനുണ്ട്, ക്ലിക്ക് വരുന്നതും മറ്റൊക്കെ ആയിട്ട്. അതായത് അതിപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടും. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ 4 സ്റ്റേജസ് പറയുന്നുണ്ട്. ആ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ സക്സസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ ആ വീഡിയോ റീച്ച് ആക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, എന്നാലും നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി. ഇതാ അടുത്ത സംഭവം വന്നിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ, കൊറോണയെക്കാളും വലിയ വൈറസാണ് ഈ സാധനം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ. ഞാൻ കൊറോണയ്ക്ക് ശേഷം കണ്ട ഏറ്റവും വലിയ വൈറസാണ് ഇത്. ബാധിക്കുന്നത് നിങ്ങൾക്കൊന്നും വലിയ രീതിയിൽ ബാധിക്കില്ല, എന്നെപ്പോലെയുള്ള ടിപ്സ് ചാനലുകൾക്കാണ് ഏറ്റവും വലിയ വൈറസ് ബാധ. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് കേരളക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് വീഡിയോ കണ്ടപ്പോൾ അതിൽ ഇംഗ്ലീഷിൽ ഒരുമിച്ച് മുന്നേറാം. അപ്പം ഞാൻ പറയും ഒരുമിച്ച് മുന്നേറാമെന്നുള്ള ഒരു ഇംഗ്ലീഷ് എന്തായാലും എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അതുപോലെ ഹിന്ദി ചാനൽ കണ്ടത് അതിലുമുണ്ട്. ഇതാരാണോ ഈ സാധനം പഠിച്ചു വിട്ടത്? എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുന്നില്ല, എന്നാലും സാർ ആരായിരിക്കും ആദ്യമായിട്ട് ഒരുമിച്ച് മുന്നേറാൻ കമൻറ്റ് ഇട്ടതെന്ന്.
അവനെന്തായാലും യൂട്യൂബ് ചാനൽ നിർത്തി പോയിട്ടുണ്ടാവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ അപ്പോൾ ഒരുമിച്ച് മുന്നേറാൻ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയേണ്ടത്, ഒരുത്തനും ഒരുമിച്ച് മുന്നേറാൻ പോവില്ല. നിങ്ങൾ അവിടെ ഒരുമിച്ച് എത്തൂല്ല. അത് ഉറപ്പ് 100% ഗ്യാരണ്ടി ഞാൻ തരാം. കാരണം ഒരുമിച്ച് മുന്നേറി നിങ്ങൾ എത്ര കാലം പോകുമെന്ന് എനിക്കൊന്ന് കാണണം. സക്സസ് ആയ അന്നേരം എല്ലാത്തിനെയും പിന്നെ അൺസബ് ചെയ്തിട്ട് ആൾക്കാർ പോകും. ഒരുമിച്ച് മുന്നേറാൻ കമൻ്റ് ഇടുന്ന സമയത്ത് അവന് 10 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്ന് ഇരിക്കുക. അടുത്ത ദിവസം 100 സബ്സ്ക്രൈബേഴ്സ് ആയാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അപ്പുറം തന്നെ കുറച്ച് അഹങ്കാരം കൂടും. അപ്പോൾ എന്ത് ചെയ്യും? നേരത്തെ ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞ ടീമിനെ മൊത്തം അൺസബ് ചെയ്തിട്ട് കളയും. അല്ലെങ്കിൽ ഇവരൊരിക്കലും കാണൂല. അതാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരുമിച്ച് മുന്നേറാൻ കൊണ്ടുവന്ന് നിങ്ങൾ എവിടെയെങ്കിലും എത്തുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം നിർത്തിക്കോ. യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് പോയിക്കോ. ഇനി എന്നെ നെഗറ്റീവ് അടിച്ചെന്ന് പറയണ്ട, ഞാൻ നെഗറ്റീവിലുള്ള കാര്യം നേരെ പറയും. കാരണം നിങ്ങൾക്ക് എവിടെയും എത്താൻ പറ്റില്ല. വെറുതെ അനാവശ്യമായിട്ട് ഒരുമിച്ച് മുന്നേറുന്ന പരിപാടി നിർത്താം. ഇനി ഇതിനെ എഫക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നേറിയേ പറ്റുമെന്ന് വിചാരിക്കുക. അതായത് ചിലവർക്ക് ഹാബിറ്റായിട്ട് മാറുമല്ലോ. ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ ഒരുമിച്ച് മുന്നേറാമെന്ന് കമൻ്റ് ഇട്ടിട്ടില്ലെങ്കിൽ കൈവറക്കും എന്ന് തോന്നുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിനെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കുക. അതായത് എൻ്റെ ചാനൽ ഇന്നതാണ്, എൻ്റെ പേര് ഇന്നാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇന്ന വീഡിയോസാണ് ചെയ്യുന്നത്, പിന്നെ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ChatGPT കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാലും മതി. അതിനെടുത്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തു. വലിയ ചാനലിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കമൻറ്റ് ചെയ്തു. കുറച്ച് ആൾക്കാരൊക്കെ അതുവഴി വരും. അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം വന്നേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. അങ്ങനെ അതേ രീതിയിൽ ചാനൽ ഇനി ഇതെല്ലാം എഴുതിയിട്ട് ലാസ്റ്റിൽ കൊണ്ടുപോയി എഴുതരുതിട്ടാ ഒരുമിച്ച് മുന്നേറാം. ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് എഴുതാൻ പാടില്ല. അതാണ് വലിയ കഷ്ടം. ഞാനത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ അതും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ ലാസ്റ്റ് വീണ്ടും ഒരുമിച്ച് മുന്നേറാൻ എഴുതും. അപ്പോൾ ഒരുമിച്ച് മുന്നേറാൻ എഴുതണ്ട, ഇതാണ് സംഭവം, നമ്മൾ ഇന്നതാണ് എന്ന് അറിയിച്ചാൽ മതി. ഇനി വലിയ സംഭവം അടുത്തത്, മോണിറ്റൈസേഷൻ ആയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? എന്നോട് എല്ലാവരും പറയും, സാർ മോണിറ്റൈസേഷൻ ആക്കി തരും. ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്താ നിങ്ങളെ പരിപാടി? അത് പറയും, ഭാവി പരിപാടി എന്താണെന്ന് പറഞ്ഞ് എന്ന് പറയുമ്പോൾ പറയും, അല്ല മോണിറ്റൈസേഷൻ ആവണം, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി. ഞാൻ പറയുമ്പോൾ ബാക്കി എന്താ പറയുക, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് എന്താണ് ബാക്കി? ഞാൻ ചോദിച്ചു, എത്ര ഡോളർ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? മോണിറ്റൈസേഷൻ ആയ ശേഷം യൂട്യൂബ് ഇങ്ങനെ $100, നിങ്ങൾക്ക് എത്ര ഡോളർ വേണം ചോദിക്കും. ആദ്യം 100 മതിയോ, അത് 200 വേണോ, 300 വേണം? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡോളർ പറയാം. അപ്പോൾ ആ ഡോളർ ഇങ്ങനെ അക്കൗണ്ടിലേക്ക് അയച്ച് തന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് പലരും വിചാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കാര്യം പറയാം, മോണിറ്റൈസേഷൻ ആയവരോട് ചോദിച്ചാൽ മതി, ഇതിനേക്കാളും വലിയ ഡിപ്രഷൻ വേറെ ഇല്ല. നിങ്ങൾ ഇതുവരെ എടുത്തിന് ഇതിലേക്കാണോ എന്ന് തോന്നുന്നു. പണ്ട് ആൾക്കാരും ദുബായി പോകുന്ന പോലെയാണ്. ദുബൈയിൽ നാട്ടിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ്സിൽ ഇട്ടിട്ട് ഗൾഫ് പോയിട്ട് പിന്നെ അവിടെ ചിലപ്പോൾ പുറത്തൊക്കെ ആയിരിക്കും പണി. അവിടെ പോയി പണിയെടുക്കുമ്പോഴാണ് മനസ്സിലാവും ഈ പണ്ടാരത്തിലേക്ക് വരാനാണ് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് വന്നത്. പെടും, എങ്ങനെയെങ്കിലും എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതേ അവസ്ഥയാണ് കേട്ടോ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങളെ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യുന്നൊന്നുമല്ല, കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 100 സബ്ബുള്ളവൻ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ മോണിറ്റൈസേഷനായാൽ എന്ത് ചെയ്യും? അത് ചെയ്തു തുടങ്ങണം. നിങ്ങളുടെ സബ്ബും വാച്ച് ഓവറൊന്നുമല്ല വിഷയം, നിങ്ങളുടെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ്, നിങ്ങളെങ്ങനെ സംസാരിക്കുന്നു, ഇതൊക്കെയാണ് വിഷയം. അപ്പോൾ നിങ്ങളിപ്പോഴേ തുടങ്ങിക്കുക. നിങ്ങളെന്തിനാണ് ഈ പിന്നെ മോണിറ്റൈസേഷൻ വരെ വെയിറ്റ് ചെയ്യുന്നത്? അപ്പോൾ മോണിറ്റൈസേഷൻ വരെ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ അതുവരെ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 2000, 3000, 5000 വ്യൂസ് വരുന്നതായിരിക്കാം. ആ 5000 വ്യൂസ് ഇങ്ങനെ കണ്ടിന്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ചിലത് 50,000 ആവും, ചിലത് 20,000 ആവും, ചിലത് 30,000 ആവും, ചിലത് 5,000 ആവും. മാറിക്കൊണ്ടിരിക്കട്ടെ, എപ്പോഴും സ്റ്റേബിളായിട്ട് കിട്ടില്ല, യൂട്യൂബിൽ വ്യൂസ് കിട്ടില്ല. അത് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ തന്നെ എടുത്ത് നോക്കിയാൽ മതി. അതിൽ 200, 500, 600 വ്യൂസൊക്കെ ഉള്ള വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വളരെ ഗ്രാജ്വലി ഇങ്ങനെ സക്സസ് ആയിക്കൊണ്ട് വരും. അതാണ് വേണ്ടത്. അങ്ങനെ സക്സസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു എമൗണ്ട് കിട്ടുമ്പോഴും നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് ഇങ്ങനെ പൈസ ഇരുന്ന് കിട്ടും. പിന്നെ അങ്ങ് കയറി വന്നോളും, പ്രശ്നമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്കൊരു 1 lakh ഒക്കെ അടിച്ചെന്നിരിക്കാം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ചിലവർ
എന്തെങ്കിലും ഹീറോ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പോലെ ആളുകൾ കാണുന്ന ടോപ്പിക് എടുത്തിടും. അപ്പോൾ ആ ഹീറോ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ ടപ്പേന്ന് പറഞ്ഞിട്ട് കയറിപ്പോകും വ്യൂസ്. അപ്പോൾ 1-2 ലാക്സ് വരും. 1-2 ലാക്സിൽ വ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇനി ഞാൻ ആരാണ് 2 ലക്ഷം വ്യൂസ് വന്ന ആൾ. അപ്പോൾ തന്നെ നിങ്ങൾ അഹങ്കാരം വേറെ ലെവലിൽ ആവുന്നുണ്ടെങ്കിൽ അത് അത്ര അഹങ്കാരമൊന്നും വേണ്ട. അടുത്ത വീഡിയോക്ക് നിങ്ങൾ 1 ലക്ഷം എടുത്തിട്ടില്ലെങ്കിൽ 1 ലക്ഷം നേടിയിട്ടില്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് പണി വരാൻ തുടങ്ങും. യൂട്യൂബ് പിന്നെ മനസ്സിലാക്കുന്നത് ഓരോ വീഡിയോസും ഇവനിടുന്ന വീഡിയോസൊന്നും ആൾക്കാർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം കാണുന്നില്ലേ, കഴിഞ്ഞ വീഡിയോ 1 ലക്ഷം വന്നു, പിന്നെ ഇടുന്നതൊക്കെ 10,000, 5,000, 2,000 ഉള്ളൂ എന്നാണ് യൂട്യൂബ് മനസ്സിലാക്കുക. പിന്നെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, നമ്മളെ ആ അപ്പായിട്ടുള്ള ആരോസൊക്കെ ഡൗൺ ആക്കിയിട്ട് കാണിച്ചു തരും. യൂട്യൂബിന് പിന്നെയും വീണ്ടും 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 കണ്ടിന്യൂസ് ആയിട്ട് ഈ 1 ലാക്ക് അല്ലെങ്കിൽ 50,000 ഒക്കെ അടിക്കണം. അപ്പോൾ അത് നമ്മുടെ അടുത്ത് ആ പെർഫോമൻസ് വരാത്ത സമയത്ത് എന്ത് ചെയ്യും, ചാനൽ ഡൗൺ ആവുകയാണ് ചെയ്യുക. എൻ്റെ ഇപ്പോൾ അതൊക്കെ കാലം എന്ന് പറയുന്ന ചാനൽ 6 ലക്ഷം വ്യൂസാണ് 4 ദിവസം കൊണ്ട് വന്നത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പക്ഷേ അതിന് പിന്നീട് ഞാൻ ഈ പറഞ്ഞത് സംഭവിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് ആ പെർഫോമൻസ് വീണ്ടും വരാത്തപ്പോൾ അത് മൊത്തത്തിൽ ചാനലിൽ എഫക്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സക്സസ് വരേണ്ടത് ഒരു വീഡിയോ ഇട്ടു 1000 വ്യൂസ് വന്നു, അടുത്ത വീഡിയോ ഇട്ടിട്ട് 1500 വ്യൂസ് വന്നാൽ നിങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചാലും കുഴപ്പമില്ല. കാരണം അത് നിങ്ങളുടെ സക്സസ്സാണ്. അതേപോലെ 2000 വ്യൂസ് വന്നു, 3000 വ്യൂസ് വന്നു, 5000 വന്നു, 2000 വന്നു, പിന്നെ വീണ്ടും 10,000 വന്നു, 5000 വന്നു. അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു 1.5-2 ലക്ഷം വ്യൂസൊക്കെ വരുന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു $100 മാസം കിട്ടും. പിന്നെ അത് കൂടിക്കോളും. പിന്നെ അത് മെല്ലെ കൂടിയിട്ട് ഒരു നല്ല ടോപ്പിക്കൊക്കെ ഇപ്പം സ്റ്റോറിയൊക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല വ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഇന്നലെ എനിക്കൊരാൾ $1,000 വന്ന് കാണിച്ചു തന്നു. $1,000 വന്നിട്ടുണ്ടായിരുന്നു അവർക്ക്. അത് 80,000, 85,000, 85,000 അടുത്തായില്ലേ. അപ്പോൾ അങ്ങനെ വരും കേട്ടോ, അങ്ങനെ വരാതെ നിൽക്കുന്നില്ല. ഇപ്പോൾ ഷബിനക്ക് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഷബിനക്ക് എത്രയാണ്, $150 വന്നത്. എനിക്ക് വന്നത് 156 മറ്റാണ് ഈ മാസം, കഴിഞ്ഞ മാസം വന്നത്. അങ്ങനെ വരും, പൈസ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു 20,000, 25,000 ഒക്കെ വരും. പിന്നെ കുറച്ചുകൂടി നമ്മൾ എഫേർട്ട് എടുക്കാന്നുണ്ടെങ്കിൽ, നല്ല കണ്ടൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാസം 50,000, ഇനി നല്ലോണം ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 1-1.5 ലക്ഷം വരെ നിങ്ങൾക്ക് കിട്ടാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ അവസരം തരാം കേട്ടോ. ഇനി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യൂട്യൂബ് എന്ന് പറയുന്നത് എവറസ്റ്റ് കയറുന്നത് പോലെയാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇപ്പം നിങ്ങൾക്ക് ചാനലിൽ ഇപ്പോൾ ഇതിൽ വന്നിട്ട് എന്താണ്, ഇപ്പോൾ ക്ലാസ്സിലായാലും ഗ്രൂപ്പിലായാലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഈ എപ്പോഴും എവറസ്റ്റ് കയറാൻ പോകുമ്പം അവരെ കൂടെ ഷെയർപാസ് ഉണ്ടാവും. ഷെയർപാസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആ നാട്ടുകാരായ ആൾക്കാരുണ്ട്, അവർക്ക് എവറസ്റ്റ് കയറാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അവർ കുറേ പ്രാവശ്യം 3, 4, 5 പ്രാവശ്യമൊക്കെ കയറി താഴെ ഇറങ്ങിയ ആൾക്കാരാണ് ഈ ഷെയർപാസ്. അപ്പോൾ അവരുടെ സഹായം ഇല്ലാതെ ഒരു കാരണവശാലും എവറസ്റ്റ് കയറാൻ പറ്റില്ല എന്നാണ് പറയുക. അപ്പോൾ ഈ എവറസ്റ്റിൽ കയറുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും കൂടെ കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ മുകളിലെത്തുമ്പം അത്ര ആൾക്കാരുണ്ടാവില്ല. പലരും വഴിക്ക് വെച്ച് മരിക്കും, ചിലവർ താഴെ വീഴും, ചിലവർ മതിയാക്കി പോവും. ഇങ്ങനെ പല 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 കാര്യങ്ങൾ കാണേണ്ടി വരും. അവസാനം ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ, ഈ എവറസ്റ്റിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പമറിയോ, മുകളിൽ നമ്മൾ മോണിറ്റൈസേഷൻ ആണെന്ന് വിചാരിക്കുക, പക്ഷെ താഴോട്ട് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തിയാലേ സക്സസ്ഫുള്ളി എവറസ്റ്റ് കീഴടക്കിയ ഒരാളെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് കയറുന്നതിനനുസരിച്ചിട്ട് താഴോട്ടും വരണം, മുകളിലോട്ട് പോയാൽ മാത്രം പോരാ. അപ്പോൾ താഴോട്ട് വരിക, അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ കേസിൽ എങ്ങനെയാണ് താഴോട്ട് വരിക എന്ന് പറഞ്ഞാൽ, നമ്മൾ ടോപ്പിലേക്ക് എത്തി മോണിറ്റൈസേഷനായി താഴോട്ട് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വ്യൂസ് സ്റ്റേബിൾ ആയിരിക്കണം. വ്യൂസിന് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവരുത്. അതായത് നമുക്ക് മുന്നേ 50,000 കിട്ടി, ഇപ്പോൾ 25,000, 30,000, 40,000 ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേബിളാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതിൽ ഏറ്റക്കുറച്ചുകൾ വരാം, പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. പക്ഷേ മോണിറ്റൈസേഷൻ ആയ ശേഷം വീണ്ടും 150, 200 വ്യൂസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തീരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കണം. അതിനെന്താണ് പരിഹാരം, അത് കണ്ടെത്തിയിട്ട് കൃത്യമായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ യൂട്യൂബ് ജേർണി നിങ്ങൾക്ക് സസ്റ്റെയിനായിട്ട് കൊണ്ടുപോകാൻ പറ്റും, നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തത്തിൽ തകരും. അപ്പം
അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എവറസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നത്. യൂട്യൂബ് എന്ന് പറയുന്നത് എവറസ്റ്റാണ്. കാരണം കുറേ ആൾക്കാർ ഗ്രൂപ്പിലൊക്കെ എത്ര ആൾക്കാർ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ പുതിയ ഗ്രൂപ്പിൽ 150 ആൾക്കാരുണ്ട്, 150-160 ആൾക്കാരുണ്ട്. ഈ പറയുന്ന 160 ആൾക്കാരും പിന്നെ പലരും എന്നെ കുറ്റം ചീത്ത വിളിക്കുന്നുണ്ടാവും. കാരണം അവൻ്റെ ഗ്രൂപ്പിൽ ചേർന്നിട്ട് ഞാനൊന്നും ആയിട്ടില്ല, എന്നെ പറ്റിച്ചു എന്നൊക്കെ പറയും. കാരണം ഞാൻ ആരെയും പറ്റിക്കുന്നതല്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് എടുക്കുന്നതും നിങ്ങൾ ചെയ്യുന്നതിൻ്റെയും ആ ഒരു എൻ്റെ അഭിപ്രായം പറയേണ്ട ഒരു മൈൻഡ് സെറ്റാണിത്. നിങ്ങൾ പിന്നെ മറ്റാരെങ്കിലും വന്ന് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത്. നിങ്ങൾ വേണ്ടി അതിന് എഫേർട്ട് എടുക്കുക. അതിനെ മെൻറ്ററിങ് ചെയ്യാനും അതിന് ഗൈഡ് ചെയ്യാനാണ് എനിക്ക് പറ്റുള്ളൂ. അതിന് എന്തൊക്കെ വേണം എൻ്റെ ഭാഗത്തു നിന്ന് വേണോ അതൊക്കെ ഞാൻ ചെയ്തു തരും. അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അല്ലാതെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്ന് ജോയിൻ ചെയ്ത ഒരാൾ അതുകൊണ്ട് മാത്രം സക്സസ് ആവില്ല എന്ന് ഞാൻ എല്ലാവരോടും പറയും. ഇപ്പം ഇന്നും ഞാൻ ഒരാൾ എന്നോട് ചോദിച്ചു, എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി തരുമോ, സബ് കൂട്ടി തരുമോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ഞാൻ അവർ പറഞ്ഞ് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറയും. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരു കാര്യം കൂടി. നമ്മുടെ ഇന്നിപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ എത്ര പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നോക്കി. നമ്മളിങ്ങനെ ഒരു ഫ്രീ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കാണാത്തതുകൊണ്ടല്ല, കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കിപ്പം ഇതിൽ സക്സസ്ഫുൾ ആവാൻ ആവശ്യമില്ല, നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം, പിന്നെ നോക്കാം, അങ്ങനെ കരുതുന്ന ആളുകൾ. അതായത് നമ്മൾക്ക് അതിയായ ആഗ്രഹമുള്ള ഒരു സാധനം നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മളതിനെ ചാടി പിടിക്കും. അപ്പോൾ അത് പിടിക്കാത്ത ആളുകൾ, അവർക്ക് ഇപ്പോൾ ആവശ്യമില്ല, പിന്നെ മതി. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റില്ല. ആ പിന്നെ എന്ന് പറയുന്ന സമയം വരുന്നത് വരെ നിങ്ങളവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. അതിയായിട്ട് ആഗ്രഹിച്ച് നിങ്ങൾ വരുന്നാൽ മാത്രമേ ഇതിൽ ആ സക്സസ് വരുള്ളൂ. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് വേണമെന്ന് വെറുതെ രാവും പകലും കഷ്ടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. എവിടെയാണ് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ശരിയാക്കി പഠിച്ച് മെല്ലെ വളരെ സ്ലോലി സക്സസ് ആവാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലായാലും എല്ലാ ദിവസവും ഡിസ്കഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്കഷൻസിലൂടെ കാര്യങ്ങൾ പഠിച്ചിട്ട് തിരക്ക് പിടിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് വളരെ സാവധാനം ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾ ഒരു 6 മാസം കൊണ്ട് മോണിറ്റൈസേഷനാകും. ഇപ്പം ലാസ്റ്റിലിപ്പം ഞാൻ ഒരാളുടെ കാര്യത്തിൽ, ഒരാളുടെ ചാനൽ, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, ആളെ ചാനലിൽ ഞാനൊരു എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്താൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവുമെന്ന് ഞാൻ നോക്കിയപ്പോൾ ആൾ മോണിറ്റൈസേഷൻ ആവാനായി, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റങ്ങൾ വരുന്നുണ്ട്, നന്നായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തിരക്ക് പിടിച്ച് എല്ലാവർക്കും പെട്ടെന്നൊന്നും മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റില്ല. ഒരാളെ കഴിവുകളും ഒരാളുടെ പ്രസൻറ്റേഷനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ പഠിച്ച് വരുമ്പോഴേക്കും സമയമെടുക്കും. നിങ്ങൾക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു ജേർണി പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. എൻ്റെ പേഴ്സണൽ ജേർണി പറയുകയാണെന്നുണ്ടെങ്കിൽ, ആക്ച്വലി ഞാൻ ഒരു IT കമ്പനിയിൽ, എൻ്റെ സ്വന്തം കമ്പനിയിൽ ആണ് ഞാൻ വർക്ക് ചെയ്തതാണ്. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന് അത് മതിയാക്കി. പിന്നെ കോഴി വളർത്തലും അങ്ങനെയുള്ള കാര്യങ്ങളായി. അതിൽ പൗൾട്രി മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. പിന്നെ അതിപ്പോൾ അത്യാവശ്യം 30,000 സബ്ബുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഈ സാബ് സ്റ്റോക്കിൽ വരുന്നതിന് 2.5-3 വർഷമായി. അപ്പോൾ ഇത്രയും വർഷം ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ പിന്നെ സാമ്പത്തികമായിട്ട് ഞാൻ ഭയങ്കര ബ്രോക്കായിരുന്നു. അങ്ങനെ എൻ്റെ 5 പൈസയില്ല പറഞ്ഞാൽ 2000 രൂപ വന്നാൽ ഭയങ്കര ഹാപ്പിയുള്ള സമയം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ 2000 രൂപ വന്നാൽ ഞാനാണ് റിച്ചസ്റ്റ് പേഴ്സൺ എന്ന ഒരു ധാരണയുള്ള ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പോഴൊക്കെ ആൾക്കാർ പറയുന്നത്, എനിക്കിതൊക്കെ മതിയായി കൂടാതെ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ. പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ എല്ലാവരും പറയും, എനിക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കറോ, നീ എന്താണ് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചെന്താ അറിയോ, ചില സമയത്ത് ഞാൻ വിചാരിക്കും ഞാൻ അവർ പറയുന്ന പോലെ ചെയ്യാം, അതായിരിക്കും എനിക്ക് നല്ലത്, അല്ലെങ്കിൽ ഭാവി മൊത്തം അലങ്കോലമാവും എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെയും ഞാൻ പോട്ടെ നോക്കാം, എവിടെ വരെ എത്തും നോക്കാമെന്ന് വെച്ചിട്ടാണ് സാബ് സ്റ്റോക്ക് തുടങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ചെറിയ തമ്പനിയിലെ ക്ലാസ്സുകളൊക്കെ ആദ്യം എടുത്തു. ഇങ്ങനെ വന്ന് കുറേ ആൾക്കാരെ ജോയിൻ ചെയ്തു, കുറേ ആളെ പഠിപ്പിച്ചു, പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്തു, പിന്നെ ആദ്യം ക്ലാസ്സുകൾ വെച്ചു, പിന്നെ കുറച്ചുകൂടി ക്ലാസ്സുകൾ ഇമ്പ്രൂവ് ചെയ്തു. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ തമ്പനിയിലെ ക്ലാസ്സുകളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ആൾക്കാർ, ഒന്നുമില്ലെങ്കിൽ 57-60 ആൾക്കാർ ഞാനിപ്പോൾ ഒരു മീറ്റ് വെച്ചപ്പോൾ വന്നില്ലേ,
അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിയത് വളരെ സ്ലോലിയാണ്. അതായത് പെട്ടെന്നുള്ള സക്സസ് ഒന്നുമല്ല, കുറേ നാളുകൾ കൊണ്ട് പിന്നെ ആണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പം 6-7 മാസം കൊണ്ട് ഒരു വീഡിയോ ചാനൽ തുടങ്ങി സക്സസ് ആയിട്ടില്ലെങ്കിൽ ടെൻഷനൊന്നും വേണ്ട, അതാവില്ലെങ്കിൽ ആ ചാനൽ ആവില്ലെങ്കിലും നമ്മൾ മറ്റൊരു ചാനൽ, പുതിയ ചാനൽ തുടങ്ങുമ്പോൾ അതായിക്കോളും. നിലവിലുള്ള നിങ്ങളുടെ ചാനലായിരിക്കില്ല നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരിക, ചിലപ്പോൾ നിങ്ങൾ ഇനി തുടങ്ങുന്ന മറ്റൊരു ചാനലായിരിക്കും. അപ്പോൾ അതുവരെ ഇത് ക്ഷമ വേണം. നമ്മൾ ഈ സ്ലോലി പ്രോസസ്സാണ്, നമ്മൾ ഒരുപാട് കാര്യം പഠിക്കേണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തിട്ട് നമ്മൾ പിന്നീട് ഒരു സ്ഥലത്തെത്തും, അല്ലെങ്കിൽ ഒരു പോയിന്റിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാലാണ് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക. അപ്പം അതുവരെയുള്ള ക്ഷമ കാണിച്ചിട്ടില്ലെങ്കിൽ എവറസ്റ്റ് കയറുന്ന പോലെ ആയിരിക്കും പലരും വീണും മരിച്ചിട്ടും പോവും. അവരൊക്കെ ഈ ചാനലും ഗ്രൂപ്പൊക്കെ ഒഴിവാക്കിയിട്ട് പോവും. സക്സസ് ആയവരും പോവും, ഗ്രൂപ്പ് ഒഴിവാക്കിയിട്ട് സക്സസ് ആയവരും പോവും, അത് പറയ്ക്കാരും. ബാക്കിയുള്ളവർ സക്സസ് ആവാത്തത് കൊണ്ട് ഡിപ്രഷനായിട്ടും പോവും. കുറ്റം എനക്കായിരിക്കുന്നു മാത്രം, പലരും കുറ്റം പറയാൻ തന്നെ ആയിരിക്കും, അവൻ ശരിയില്ല. പലരും ഇപ്പം പല ഗ്രൂപ്പിൽ പോയിട്ട് എന്താണ് മൂപ്പര് ഗ്രൂപ്പ് ശരിയില്ല, അത് ശരിയില്ല എന്ന് പറയും. അപ്പോൾ അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ മറ്റൊരു ഗ്രൂപ്പിൽ പോയാൽ അവിടെ നിന്ന് സക്സസ് ആവുമെന്ന് വിചാരിക്കും. പക്ഷേ ഇവരെ പ്രോസസ്സ് മാറ്റാണ്ട് ഒരിക്കലും എവിടെ പോയാലും സക്സസ് ആവില്ല. കാരണം നമ്മൾ ആണ് ഇത് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ.